എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തീയതി 5/4/26. ഞങ്ങളുടെ വാരണാസി യാത്രയുടെ 2ാമത്തെ ദിവസം, അതായത് യഥാർത്ഥ ദിവസം ഇത് തുടങ്ങുന്നതാണ്. തുടർന്ന് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, ആൾക്കാരുടെ തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ വണ്ടി തിരക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ വണ്ടിക്കാരൊക്കെ ഒരു മര്യാദയില്ലാതെ തലങ്ങും വിലങ്ങും പാഞ്ഞോളും. നമ്മൾ നോക്കി നടന്നോളണം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഹരിശ്ചന്ദ്ര ഘട്ടിലാണ്. രാവിലെ ഇറങ്ങി ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന് ശേഷം ഇനി വേണം അടുത്ത സംഗതികളെ കാണാൻ. അപ്പൊ വന്നപ്പോ തന്നെ ബോട്ടുകാരൊക്കെ വന്നിട്ട് ആരതി വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഗംഗാ സ്നാൻ ഘട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇതിവിടെ ദഹിപ്പിക്കുന്നത് കാണാം. രാവിലെ ആയതുകൊണ്ടായിരിക്കും ആളൊക്കെ ഇത്തിരി കുറവുണ്ട്. എന്നാലും ആൾ തിരക്ക് ആയി വരുന്നുണ്ട്. ഇവിടെ മുഴുവൻ ബോട്ട് സർവീസും കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ പുറകെ ഇങ്ങനെ ആൾക്കാർ ബോട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങളിപ്പോ അങ്ങനെ ബോട്ടിന് വേണ്ടിയിട്ടല്ലല്ലോ വന്നു. ഇതൊന്ന് കാണുക. കുറച്ച് കഴിഞ്ഞിട്ടാണ് ബോട്ടൊക്കെ നോക്കി ഇറങ്ങുന്നത്. ഇത് അവിടുന്ന് കുറച്ചുകൂടി ഇപ്പുറത്ത് മാറിയിട്ട് ഹനുമാൻ ഘട്ടാണ്. നോക്കിയാൽ കാണാം, ബോട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് വന്നപ്പോ ഇത് ഗുലാരിയ ഘട്ടായിട്ട് മാറി. വീണ്ടും ഒരു അല്പം ഇപ്പുറത്ത് വന്നാൽ ഇവിടെ ശിവാല ഘട്ട്. കുറെ വലിയ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഞങ്ങള് പിന്നിട്ട് വന്ന വഴികൾ ഇതാണ്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായത്, ഇവിടെ നേരത്തെയൊക്കെ പലതും പറഞ്ഞു കേട്ടുള്ളതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ആൾക്കാര് വൃത്തിയാക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, തൂക്കുന്നുണ്ട്. വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഘട്ട് മഹാനിർവാണി ഘട്ടാണ്. ഓരോരോ സ്റ്റെപ്പ് വെക്കുമ്പോ ഓരോരോ ഘട്ടുകളാണ്. ഘട്ടിലോട്ട് നോക്കിയാൽ കിട്ടി കാണുമായിരിക്കും. ഇപ്പൊ അത്യാവശ്യം മേഘമുണ്ട്. രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ തണുപ്പും ഒരു വെളിച്ചക്കുറവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കകത്ത് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്. ഈ ഭാഗം ചേത് സിംഗ് ഘട്ടം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരാൾ മോളിൽ കയറിയിരിക്കുന്നു. ഇപ്പൊ വെയിലായി. കുറച്ച് കഴിയുമ്പോ നല്ല ചൂടാകുമായിരിക്കും. ഒരുപാട് ദൂരം നടക്കാനുണ്ടെന്ന് മനസ്സിലായി. നടന്ന് ഒരു പരുവമാകും മിക്കവാറും. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ഉള്ള റൂമിങ് അറൗണ്ട് കഴിഞ്ഞു. ഇനി റൂമിലൊന്ന് പോകണം, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക, ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അടുത്ത് ഇനിയുള്ള വരവിൽ വേണം നമ്മൾ വിശ്വനാഥനെ കാണാൻ. അടുത്ത ക്ഷേത്രത്തിൽ പോവാം, മണികർണിക ഘട്ട്. അങ്ങനെ ഇങ്ങോട്ട് ആ ഘട്ടുകൾ കംപ്ലീറ്റ് കണ്ടുപോവാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. ബൈ.